ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ ഇന്ന് പോകുന്ന ഒരു പൊളി സ്പോട്ടിലേക്കാണ്. കാടും മേടും എല്ലാം കയറി ചെല്ലുകയാണ് നമ്മൾ. ഇനി ഒരു പാലമാണ്. ഈ നിൽക്കുന്നത് എൻ്റെ ക്യാമറമാൻ, നമ്മുടെ ചങ്ക്, എൻ്റെ അളിയൻ ആണ് നിൽക്കുന്നത്. അപ്പോൾ അളിയനൊരു ഹായ് പറഞ്ഞ് നമുക്കിതാ അങ്ങോട്ട് പോകാം സ്പോട്ടിലോട്ട്. നമ്മളിന്ന് വന്നേക്കുന്നത് പുതിയൊരു കിഡിലൻ സ്പോട്ടിലാണ്. സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. നമ്മളൊരു ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വന്നതാണ്. അങ്ങനെ നോക്കി നമ്മൾ വന്നപ്പോഴത്തെ തന്നെ നമ്മുടെ സാധനം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്പോട്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വള്ളത്തിൽ പോയി നമ്മൾ ഏകദേശം മീനടിച്ചൊരു വീഡിയോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ടാണ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബുഗ്രാസിയുടെ പ്രോമാക്സ് 4 ആണ് റീല് വന്നിട്ട്. നമ്മുടെ ലുക്കാന പ്രിഡേറ്ററിൻ്റെയാണ് നമ്മുടെ റോഡ് വന്നിട്ട്. ഫ്രോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറയുന്ന കണക്ക് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ചേറടിച്ചിട്ടുള്ളതും നാടൻ വരാലടിച്ചിട്ടുള്ള ഒരേ ഒരു ഫ്രോഗ് ഇതാണ്. റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്യായ റിസൾട്ടാണ്. അന്യായ റിസൾട്ടുള്ള ഫ്രോഗാണ്. നിങ്ങൾ ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കളക്ഷൻ ആയിരിക്കും ഇതിൽ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമൺ ബോയ്സ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും. ഇതുപോലത്തെ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. മച്ചാമാരെ, നമ്മളിതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടാണ്. അവിടെ കയറി നമ്മളിതാ എറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളപ്പൊരു എറിഞ്ഞ് ഒരു ചെറിയൊരു സ്ട്രൈക്ക്. നാടൻ വരാലാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ വന്നത് ഏകദേശം നേരം ഇത്തിരി വെളുത്തുപോയി. 8:30-9 മണി ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഒരെണ്ണത്തിനെങ്കിലും അടിച്ചെടുത്തേ കയറുള്ളൂ എന്നുള്ള വാശിയിലാണ്. ഇവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത വള്ളം എടുത്ത് തുരുത്തിൽ കയറുക എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. നമ്മൾ എറിഞ്ഞ് നോക്കി ഇതാ കാസ്റ്റ് ചെയ്ത് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടി. പക്ഷേ ഉടക്കിയിട്ടില്ല, ഹൂക്കായിട്ടില്ല. എന്തായാലും നോക്കാം. നമുക്ക് ഫുള്ള് വൈബാണ്, ഫുള്ള് ഹാപ്പിയാണ്, ഫുള്ള് ഇൻട്രസ്റ്റ് ആണ്. നമ്മളെ ഹരിചേട്ടനാണ് നമ്മളെ കൂടെ ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് തുരുത്തിലാണ്. തുരുത്തിൽ എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മുടെ അളിയനും എല്ലാവരും നമ്മളെ കൂടെ കട്ട സപ്പോർട്ടോടെ കൂടെ തന്നെ ഉണ്ട്. അതാ നമ്മൾ തുരുത്തിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറുന്നത് തുരുത്തിലോട്ടാണ്. നമ്മൾ പയ്യെ ഇത് എൻട്രൻസ് തുഴഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കാണുന്നത് കണ്ടോ, കിലോമീറ്ററോളം കാണുന്ന കായലുകളാണ്. ഈ കായലിൻ്റെ ഓളപ്പരപ്പിലൂടെയാണ് നമ്മളിനി പോയി ചേർന്ന് അടിക്കാനായിട്ട് പോകുന്നത്. വാശി തന്നെയാണ്. ഇന്ന് കയറിയ എന്തായാലും ചേർന്ന് അടിച്ചില്ല ബാക്കി കാര്യമുള്ളെന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ മെനക്കെട്ട് 4 തന്നെ ഇനി കുളിച്ചങ്ങ് കയറിക്കളെ എന്നുള്ള രീതിക്ക് നമ്മളിതാ പോവുകയാണ്. പോയി എന്തായാലും നമ്മളൊരു സ്പോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ഫസ്റ്റ് തുരുത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. തുരുത്തിൽ ഇറങ്ങിയതാ കാണാൻ നോക്കി. അപ്പോൾ നമ്മൾ എറിഞ്ഞ് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. അത് നാടൻ വരാലായിരുന്നു. പക്ഷേ അത് നമ്മൾ എടുത്ത് എത്താറായപ്പോഴത്തേക്ക് ഹൂക്കായില്ല. അതിനു മുമ്പ് തന്നെ വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഒന്നും കാര്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് വള്ളത്തിൽ പോയിട്ട് തുരുത്തി കയറി. അപ്പോൾ ഞാൻ അങ്ങനെ പോയി. ഇതാണ് തുരുത്തിലോട്ട് പോകുന്ന വഴി. വള്ളത്തിൽ കയറിയതിന് ശേഷമുള്ള പയ്യെ നമ്മളിങ്ങനെ നടന്നു പോവാണ്. ഹരിചേട്ടനും ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അപ്പോൾ അവർ മുമ്പേ പോവുകയാണ്. നമ്മൾ കൂടെ പിറകെ വെച്ച് പിടിക്കുന്നുണ്ട്. നമ്മളെത്തി അങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സ്പോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹെവി സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഹരിചേട്ടൻ്റെ കൂട്ടുകാരൻ വിളിച്ച് വാടാ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു തുരുത്തുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് എറിയാനുള്ള വാക്കൊന്നുമില്ല. എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ എറിഞ്ഞ് കയറ്റി ഫസ്റ്റ് തന്നെ മരച്ചിലയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. പ്ലിങ് എന്ന് പറഞ്ഞ് നിന്ന്. രണ്ടാമത് നമ്മൾ അടുത്ത അടി അടിച്ചു. ഈ സൈഡിൻ്റെ ഇടയിൽ കൂടെ എറിഞ്ഞെടുക്കാനും പാടാണ്. ബൈക്കാസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ബാക്ക്ലാഷ് ഉണ്ടാവും. എന്നാലും നമ്മൾ പയ്യെ എറിഞ്ഞൊപ്പിച്ചെടുത്തിട്ടുണ്ട്. എറിഞ്ഞൊപ്പിച്ചെടുത്ത് എങ്ങനെയെങ്കിലും അവിടെ ഒരു ആക്ടിവിറ്റീസ് കണ്ടുകൊണ്ട് പയ്യെ കളിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നതും ഒരടി അടിച്ചു. അടിയെന്ന് വെച്ചാൽ പടക്കടിയായിരുന്നു. നിങ്ങൾ കണ്ടുപോക്ക്. നമ്മളിപ്പോൾ അത് കാണിച്ചു തരാം, വീഡിയോയിൽ ഉൾപ്പെടുത്തരാം. അടുത്ത അടി നൈസായിട്ട് ഞാൻ അടിച്ചു. ഈ അടിയിലാണ് നമുക്ക് മീൻ കയറിയത്. ജസ്റ്റ് അവിടെ മീനിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ഹെവി സാധനം അതിനകത്തുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പയ്യെ കളിപ്പിച്ച് അവനെ എടുത്തതാ ഹൂക്കപ്പായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ഹൂക്കപ്പായിരുന്നു. പയ്യെ പിടിച്ച് കയറ്റി കൊണ്ടുവന്നു. പക്ഷേ പണി കിട്ടിയതാ ഞാൻ അടുത്തെത്താറായപ്പോഴാണ് ആശാൻ അതും കൊണ്ടൊരു കറങ്ങി നേരെ ചില്ലേരയിടയിലോട്ട് കയറി. ഒരു രക്ഷയില്ല. അവിടെ കിടന്ന് മറിയുന്ന കണ്ട ആ ഓളം കണ്ടോ. അങ്ങനെ ഹരിയണ്ണം പറഞ്ഞു നല്ല ഞാൻ എടുത്തരാന്ന് പറഞ്ഞു. പുള്ളി കണ്ടുടനെ ചാടി റോക്കറ്റ് ഇടണ ഒറ്റ പോക്ക് ചാടിതാ പുള്ളി ഇറങ്ങുന്നുണ്ട്. പുള്ളി ഇറങ്ങി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അതിനെ പിന്നെ ആദ്യമായിട്ട് കളിപ്പിച്ചിട്ടില്ല. പുള്ളി നൈസായിട്ട് പയ്യെ പോയിട്ട് ഇറങ്ങിയാണ്. അപ്പം ഇത് കണ്ടും കൊണ്ട് നമ്മളാരും ഇറങ്ങാൻ ശ്രമിക്കരുത്. കാരണം വെച്ചാൽ പുള്ളിക്ക് ഇവിടുത്തെ തുരുത്തും കണ്ടം കാടും എല്ലാം ഒരുപോലെ തന്നെയാണ്. പുള്ളിക്ക് എല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട് പുള്ളി സേഫായിട്ട് കയറി വരും. നമ്മളായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രാലിൻ്റെ കൂടെ അവിടെ കിടന്ന് കളിക്കാം എന്നല്ലാതെ നമുക്ക് വേറെ ഒരു രക്ഷയില്ല. ഒരു മീൻ പോയി കഴിഞ്ഞാൽ നമുക്ക് 10 മീൻ പിടിക്കാം. ഉണ്ടെങ്കിൽ അത് പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഹരിച്ചേട്ടൻ നൈസായിട്ട് ഇറങ്ങി ആ ചില്ലയിൽ പിടിച്ച് പോയി ആ മീനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പുള്ളി എന്തായാലും അതെടുത്ത് തിരിച്ച് കൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇത്ര നേരം കാത്തിരുന്നതിൻ്റെ ഒരു
ഒരു അവസാനമാണ്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിപ്പിൻ്റെ അവസാനമാണ്. പുള്ളി ഇതാ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തെത്തി ഒരുപാട് ലാഗാക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പുള്ളി അവിടെ എത്തി എടുക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന് ചെറിയൊരു ഹൂക്കിലാണെങ്കിൽ ഒറ്റ ചൂണ്ട മാത്രമേ കയറിയിട്ടുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അവസാനം കറങ്ങി എടുത്തിട്ട് പുള്ളിക്ക് കൈ കൊടുത്ത് പിടിച്ച് കയറ്റണം. അവിടെ വെച്ചാൽ പുള്ളി പറഞ്ഞിട്ട് താരുന്നുണ്ട്, ഒന്ന് കെയർഫുള്ളായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഇറങ്ങി ഇതാ എടുത്ത് നൈസായിട്ട് അവനെയും കൊണ്ടുവന്ന് മീൻ പോയാലും കുഴപ്പമില്ല ചേട്ടൻ കയറി എന്നുള്ള രീതിക്കായി നമ്മുടെ അവസ്ഥ. പുള്ളി എങ്ങനെയെങ്കിലും വലിച്ചിഞ്ഞ് കയറ്റണം, മീൻ പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല ഒരു കാരണവശാലും മീനിനെ വിടത്തില്ല എന്ന്. നമ്മളങ്ങനെ പിടിച്ച് പുള്ളീനെ അതാ കൊണ്ട് കയറ്റി. പുള്ളിക്ക് അവർ കൈ കൊടുത്ത് പുള്ളി കഴിഞ്ഞ് കയറ്റിയിട്ടുണ്ട്. കയറ്റിയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു മീൻ സേഫാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ മീനിനെ എടുത്ത് മുകളിലോട്ട് ഇട്ടിട്ട് പുള്ളീനെ അതാ പിടിച്ച് കയറ്റുന്നുണ്ട്. കണ്ടു കരയിൽ കയറിയപ്പോൾ നമ്മളും ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഇത്രയും ഹെവി സാധനങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് ഐറ്റം. ഏകദേശം 1.5 kg വരും എന്തായാലും. സൈസ് സാധനമാണ്, ചേറാനാണ് അടിച്ചേക്കുന്നത്. രക്ഷയില്ല വെച്ചാൽ ഫ്രോഗിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അന്യ ഫ്രോഗാണ്. ഇത് ലുക്കാനേര ഒരു ഫ്രോഗാണ്, ഏറ്റവും ലോക്കൽ ഫ്രോഗാണ്. 175 രൂപ ഈ ഫ്രോഗിൻ്റെ റേറ്റുള്ളൂ. മേടിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ചേറാൻ അടിക്കുന്നുള്ളത്. അവനെ കിട്ടിയ സന്തോഷത്തിൽ അടുത്ത നമ്മളെ വള്ളത്തിൽ കയറി അടുത്ത തുരുത്തിൽ പോയി അടുത്ത ഒരു സ്ഥലത്തെറിഞ്ഞ് നമുക്കൊരു ചെറിയ സ്ട്രൈക്ക് കിട്ടി. പക്ഷേ അത് എല്ലാം നാടൻ വരാലായതുകൊണ്ട് ഹൂക്കപ്പ് ആവുന്നില്ല. ഈ ഫ്രോഗ് ഇത്തിരി വലുതാണ്, ചേറാനും വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഫ്രോഗാണത്. അപ്പോൾ ഈ നാടൻ വരാലായാലും ഹൂക്കപ്പ് ആവുന്ന കുറച്ച് പാടാണ്. എന്തായാലും ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്. കാരണം വെച്ചാൽ നമുക്ക് എന്തായാലും വന്ന കാര്യം എന്തായാലും നടന്നു. ഒരു ചേറിനെ ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്ന വലുതിനെ അങ്ങനെ ആശാനെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വള്ളത്തിലിരുന്ന് കാണുന്ന ഏരിയയിലെല്ലാം അറഞ്ചം പുറഞ്ചം എറിയുന്നുണ്ട്. എവിടെന്നെങ്കിലും ഒരു അടി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഹരിച്ചേട്ടൻ്റെ ചൂണ്ടലൊരു അടി പൊട്ടി നമ്മൾ തൂക്കിയെടുത്ത് സ്റ്റിക്കപ്പഴ വള്ളത്തിൽ വെച്ചിട്ട് തൂക്കിയെടുത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് അതാണ്. അതിൻ്റെയും കാട്ടി ശകലം കൂടെ ഒരു ചെറിയ സൈസ് കുറവ്. പക്ഷേ പോളി സാധനം 1 കിലോയ്ക്ക് മേളിൽ എന്തായാലും വരും. പോളി സാധനമാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ കണ്ടു നോക്കുക നിങ്ങൾ ആ ഫ്രോഗിൻ്റെ റിസൾട്ട്. രണ്ടും ഒരു സെയിം ഫ്രോഗ് തന്നെയാണ്, സെയിം കളർ തന്നെയാണ്. നമ്മൾ അതിൻ്റെയും ഹൂക്ക് ഊരിയിട്ട് പയ്യ അതിനെ വള്ളത്തിലോട്ട് ഇടിച്ച് അടുത്ത ആളിനെ പിടിക്കാനുള്ള വെപ്രാളമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ ഏറ്റം വന്നു കഴിഞ്ഞാൽ, ഇവിടെ പെരുക്കമെന്നാണ് പറയണത്, നമ്മുടെ ഏറ്റം എന്ന് പറയും. ഏറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ മീനടി കുറവായിരിക്കും. കാരണം വെച്ചാൽ എല്ലാം ഈ കാട്ടിൻ്റെ അകത്തോട്ട് കയറി പോകും. ഇറക്കം വരുമ്പോഴത്തേക്ക് മീനെല്ലാം ഇതിൻ്റെ അരുപറ്റിയിരിക്കുന്ന മീനുകളെല്ലാം ആ കാട്ടിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ മച്ചാന്മാരെ മറക്കണ്ട, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഓരോ കമൻറ്റുമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു വിജയം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗേസ്.